ഹലോ, എല്ലാവർക്കും CH സലാം ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ KB ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു അവയർനെസ് വീഡിയോ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും വാഹന അപകടങ്ങൾ കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക്, അതായത് ഡ്രൈവർമാർക്ക് ഒരു പ്രത്യേക അവയർനെസ് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും ഷെയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം കൂടുതലായും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരും ആണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് റീച്ച് ആകാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം നമ്മുടെ നാടിന് വേണ്ടിയുള്ള ഒരു ഹെൽപ്പാണ്. അപ്പം എല്ലാവരും ഇതിനോട് സഹകരിക്കുക. അതുപോലെ ഈ വീഡിയോ നമ്മളെല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മെയിനായിട്ടുള്ള ടോപ്പിക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്കാണ്. അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന 7 അപകടകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഒന്നാമതായി സുരക്ഷിതമായി വാഹനം ഓടിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ സുരക്ഷിതമായി വാഹനം ഓടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. രണ്ടാമതായി നിങ്ങളുടെ റിയാക്ഷൻസ് ടൈം കൂടും. നമുക്കത് ഈ ഒരു എനർജി ഉള്ളതുകൊണ്ട് നമ്മുടെ റിയാക്ഷൻ ടൈം കൂടാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി നിങ്ങളുടെ പ്രതികരണ ശേഷി കുറയും. നാലാമതായി നിങ്ങളുടെ ജഡ്ജ്മെന്റ് പവർ നിങ്ങൾ അറിയാതെ തന്നെ കുറയുകയും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ വേഗവും ദൂരവും കണക്കാക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അഞ്ചാമതായി നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനുള്ള സാധ്യതകൾ കൂടും. ആറാമതായി നമ്മുടെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുകയും മറ്റുള്ള വാഹനങ്ങൾ കാണാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഏഴാമതായിട്ട് അപകടകരമായി നിങ്ങൾ ഓവർടേക്ക് ചെയ്യുകയും റോഡ് റേസിനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 7 കാര്യങ്ങളാണ് നമുക്ക് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ. ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാരണങ്ങൾ അറിഞ്ഞാൽ പോരാ, അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ ഭാഗമായി മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. അതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാരുണ്യം. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ റോഡ് സൈഡിലൂടെ സാധാരണപ്പെട്ട മനുഷ്യർ നടന്നു പോയാലും അവരുടെ ദേഹത്തും പോയി കയറാനുള്ള സാധ്യത, നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുകയും അങ്ങനെ മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യത കൂടുതലും ആണ്. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും മദ്യപാനം വാഹനം ഓടിക്കുന്ന ടൈമിലെങ്കിലും നിർത്തിയിട്ട്, അതായത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മദ്യപിക്കാതെ ഇരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇനിയുള്ള ഇതിനെക്കുറിച്ച്, ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. ഇത് കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക. അവരവരുടെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതനുസരിച്ച് നമ്മൾ സമൂഹത്തിന് നല്ലതായി തീരുക. അതാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇത് ഇങ്ങനെയുള്ള ഒരു വീഡിയോ, അവയർനെസ് വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം ഇന്ന് എല്ലാവരുടെ കയ്യിലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള യാത്രകളാണ് ആൾക്കാർ കൂടുതലും. കാരണം മൊബൈൽ ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. എല്ലാവരുടെയും യൂട്യൂബും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുകയും അതനുസരിച്ച് കുറേയെങ്കിലും ആൾക്കാർക്കൊരു മാറ്റം വന്നാൽ അത്രയും നമ്മുടെ നാട്ടിലെ അപകടങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായും സഹകരിക്കുക, ശ്രദ്ധിക്കുക. മന്ത്രി ഗണേഷ് കുമാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു.